അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മലക്കുകൾക്കിടയിൽ വൈറലായ ഒരു സ്വഹാബിയുണ്ട്. ഇന്നിപ്പോ വൈറലാവാൻ വേണ്ടി പല വേണ്ടാത്തരങ്ങളൊക്കെ കാണിക്കുന്ന ഒരു കാലമാണല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തിട്ട് ഫോൺ എടുത്തിട്ട് കുറച്ച് വേണ്ടാത്തരം പറഞ്ഞാൽ, അതിലൊരു പാട്ട് പാടിയാൽ, അത് ചുമ്മാ എന്തെങ്കിലുമൊക്കെ ഒരാളെ കളിയാക്കിയാൽ നമുക്കും വൈറലാവാം. ഇന്നിപ്പോൾ വൈറലാവാൻ വേണ്ടി ഏത് വേണ്ടാത്തരവും ചെയ്യുന്ന ഒരു കാലമാണ്. എന്നാൽ നമുക്ക് വൈറലാവണം. ആർക്കിടയിൽ? മലക്കുകൾക്കിടയിൽ. കോടാനു കോടി വരുന്ന മലക്കുകൾക്കിടയിൽ നമുക്ക് വൈറലാവാം. അങ്ങനെ വൈറലായ ഒരു സ്വഹാബിയുണ്ട്. അദ്ദേഹം വൈറലാവാൻ, അദ്ദേഹം അറിയപ്പെടാൻ രണ്ട് കാരണമുണ്ട്. ആ സ്വഹാബി ചെയ്ത ആ രണ്ട് കാര്യം നമ്മുടെ ജീവിതത്തിലും ചെയ്താൽ മലക്കുകൾക്കിടയിൽ നമുക്കും ഫേമസ് ആവാം. മലക്കുകൾ നമ്മുടെ കൂട്ടുകാരായി വരണം എങ്കിൽ ജീവിതം രക്ഷപ്പെട്ടു. 4 കാര്യം ചെയ്താൽ മതി. 4 വളരെ സിമ്പിളായ കാര്യമാണ്. നമ്മൾ മരിക്കുന്ന സമയത്ത് 70,000 മലക്കുകൾ നമ്മുടെ അരികിലേക്ക് വന്നിട്ട് നമ്മളെ ആശ്വസിപ്പിക്കും, നമുക്ക് സന്തോഷ വാർത്ത തരും ഒരു കാര്യം ചെയ്താൽ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ക്ലാസ് നിങ്ങൾ അവസാനം വരെ കാണണേ. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹു തൗഫീഖ് തരട്ടെ. നേരെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമും തമ്മിൽ മദീന പള്ളിയുടെ അകത്തളത്തിൽ ഇരുന്നിങ്ങനെ സംസാരിക്കുകയാണ്. വഹയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഒരു സ്വഹാബി ആ വഴി ഇങ്ങനെ നടന്നു പോവുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ സ്വഹാബിയിലേക്ക് ഇങ്ങനെ നോക്കി. ആ സ്വഹാബിയെ നോക്കിയിട്ട് നബിയോട് ചോദിച്ചു, നബിയെ, ആ പോകുന്നത് അബൂദറുൽ ഗിഫാർ എന്ന് പറയുന്ന സ്വഹാബിയല്ലേ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ജിബ്രീലെ, നിങ്ങൾക്ക് എങ്ങനെ അറിയാം ആ പോകുന്നത് അബൂദറുൽ ഗിഫാരി എന്ന സ്വഹാബിയാണെന്ന്? അപ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, നബിയെ, ഇദ്ദേഹത്തിന്റെ പേരും എനിക്ക് മാത്രമല്ല എല്ലാ മലക്കുകൾക്കും വളരെ പരിചയമുള്ള ഒരാളാണ് ഈ അബൂദറുൽ ഗിഫാരി. ഞങ്ങൾക്കിടയിൽ വളരെ സുപരിചിതനായ വ്യക്തിയാണ് ഈ അബൂദറുൽ ഗിഫാരി. ഞങ്ങൾ എല്ലാ ദിവസവും ഈ അബൂദറുൽ ഗിഫാരിയെ പറ്റി പറയാറുണ്ട്. അപ്പൊ നബി തങ്ങൾക്ക് അത്ഭുതമായി. എത്രയോ സ്വഹാബിമാരുണ്ട്, അവരെ പറ്റിയൊന്നും ജിബ്രീൽ പറയാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വാർത്തയാണല്ലോ ഈ അബൂദറുൽ ഗിഫാരി എന്ന ഈ സ്വഹാബിയെ പറ്റി പറയുന്നത്. അപ്പോ എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറയുകയാണ്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, നബിയെ, ഈ അബൂദറുൽ ഗിഫാരിക്ക് 2 സ്വഭാവമുണ്ട്. അതായത് മലക്കുകൾക്കിടയിൽ പ്രസിദ്ധനായ ഈ സ്വഹാബിയുടെ 2 സ്വഭാവം. ഈ 2 സ്വഭാവം നമുക്കും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മളെ പറ്റിയും മലക്കുകൾക്കിടയിൽ ചർച്ചയുണ്ടാകും. ഈ മലക്കുകൾക്കിടയിൽ ചർച്ചയുണ്ടാവുക, അല്ലെങ്കിൽ മലക്കുകൾ നമ്മളെ പറ്റി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ കിട്ടുന്ന വലിയ ഭാഗ്യമാണ്. അള്ളാഹുവിന്റെ മലക്കുകൾ അല്ലെ, ഒരു തെറ്റും ഇതുവരെ ചെയ്യാത്ത അടിമകളാണ് അള്ളാഹുവിന്റെ മലക്കുകൾ. ഒരു തെറ്റും ഇതുവരെ ജീവിതത്തിൽ അവർ ചെയ്തിട്ടില്ല. മാത്രമല്ല അവർ സദാസമയം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്, അള്ളാഹുലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തവരാണ്. അപ്പൊ അവരുടെയൊക്കെ ഒരു ആമീൻ നമുക്ക് കിട്ടിയാൽ തന്നെ അത് വലിയ സൗഭാഗ്യമാണ്. അപ്പൊ അവരുടെ ഇടയിൽ സംസാര വിഷയമാവുക എന്ന് പറഞ്ഞാൽ എത്രയോ വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ, വാപ്പമാരെ, നമുക്കും ഫേമസ് ആവാം മലക്കുകൾക്കിടയിൽ. എന്ത് ചെയ്യണം? 2 സ്വഭാവം എപ്പോഴും നമുക്ക് ഉണ്ടാവണം. അബൂദറുൽ ഗിഫാരി എന്ന സ്വഹാബിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ സ്വഭാവം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ജോലിക്ക് പോകും. ജോലിക്ക് പോയിട്ട് കിട്ടുന്ന പൈസ, ഒരു 100 രൂപ, ഉദാഹരണം 100 രൂപ കിട്ടിയാൽ അദ്ദേഹം എന്ത് ചെയ്യും? അതിൽ നിന്നും ഒരു 50 രൂപ എടുക്കും. അത് തനിക്കും തൻ്റെ കുടുംബത്തിനും, എന്തിന്, ഭക്ഷണത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കും. ബാക്കി 50 രൂപ അദ്ദേഹം മാറ്റിവെക്കും. അതെന്തിനാണ്? പാവപ്പെട്ട ആളുകൾക്ക് സ്വതക്ക ചെയ്യും. അപ്പൊ ഒന്നാമത്തെ സ്വഭാവം, മലക്കുകൾക്കിടയിൽ വൈറലാവാൻ, മലക്കുകൾക്കിടയിൽ വൈറലായ സ്വഹാബി, അങ്ങനെ തന്നെ പറയണം, മലക്കുകൾക്കിടയിൽ വൈറലായ സ്വഹാബി. ആ സ്വഹാബിയാണ് അബൂദറുൽ ഗിഫാർ റളിയല്ലാഹു അൻഹു. വൈറലാവാനുള്ള ഒന്നാമത്തെ കാരണം എന്താണ്? സ്വതക്ക കൊടുക്കും. എങ്ങനെ? സമ്പത്തിന്റെ പകുതി. നമുക്കിപ്പോ അങ്ങനെ കൊടുക്കാം. ഇപ്പോ 25,000 രൂപ മാസം ശമ്പളം കിട്ടുമെന്ന് വിചാരിക്കുക, നമ്മൾ അതിൽ 10,000 രൂപയും സ്വതക്ക കൊടുക്കണം. അങ്ങനെയൊന്നും പറയുന്നില്ല. അത്രത്തോളം ഈമാൻ ഉണ്ടെങ്കിൽ കൊടുക്കാം. പക്ഷെ നമുക്കൊക്കെ എന്താണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകും. രോഗം ബാധിച്ചിട്ടുണ്ടാകും, ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കണം. അതുപോലെ തന്നെ എന്താണ്, നമ്മുടെ കറണ്ട് ബില്ല് അടക്കാനുണ്ടാകും, കുട്ടികളുടെ ഫീസ് കൊടുക്കാനുണ്ടാകും. അപ്പൊ 10,000 കിട്ടുന്ന ശമ്പളത്തിന്റെ പകുതി അങ്ങോട്ട് സ്വതക്ക കൊടുക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാകും. കൊടുക്കാൻ പറ്റിയാൽ അത് ഈമാനിന്റെ വലിയ ഭാഗമാണ്. അത്രയൊന്നും കൊടുത്തില്ലെങ്കിൽ ഒരു 100 രൂപയെങ്കിലും ഒരു സ്വതക്ക കൊടുക്കാൻ പറ്റുമോ? സ്വതക്ക കൊടുക്കാൻ, കിട്ടുന്ന പൈസ എന്നൊരു അല്പമെങ്കിലും സ്വതക്ക കൊടുക്കാൻ പറ്റുമോ? മലക്കുകൾക്കിടയിൽ വൈറലാവാം. രണ്ടാമത്തെ കാര്യം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹാനായ അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ പറ്റി ജിബ്രീൽ എന്ന മലക്ക് പറഞ്ഞത്, ഇദ്ദേഹം സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായി ഓതുന്ന ആളാണ്. സൂറത്തുൽ ഇഖ്ലാസ് ധാരാളമായി ഓതുന്ന ആളാണ്. നമുക്ക് ഇപ്പൊ തന്നെ ഓദിക്കോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഇതിപ്പോ ഒരു പ്രാവശ്യമല്ല, ഇതിങ്ങനെ നിരന്തരമായി ഓതുക. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 1,00,000 പ്രാവശ്യം ഒരാൾക്ക് സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ പറ്റിയാൽ അവൻ ഭാഗ്യവാനാണെന്നാണ്. ഈ സ്വഹാബിമാരൊക്കെ എപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമായിരുന്നു. നമ്മൾ സ്വതക്ക കൊടുക്കുന്ന ഒരു ദിവസം ഒന്നാമത്തെ കാവൽ എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ആപത്ത് മുസീബത്ത് വരെയുള്ള മരണം ഉൾപ്പെടെ. ഇനി അഥവാ മരണം വന്നാൽ തന്നെ നമുക്ക് നല്ല മരണം, സൂഉൽ ഖാത്തിമയല്ല ഹുസ്നുൽ ഖാത്തിമ കിട്ടും. ഹുസ്നുൽ ഖാത്തിമ, നല്ല മരണം ഇൻഷാ അല്ലാഹ് നമുക്ക് കിട്ടുമെന്നാണ്. അല്ലാഹു തആല സ്വതക്കുകൾ ധാരാളമായി അധികരിപ്പിക്കാനും നല്ല മരണം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും പടച്ചവൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. അപ്പോൾ അബൂ ദർറുൽ ഗിഫാരി എന്ന് പറയുന്ന സ്വഹാബി, ഈ സ്വഹാബി വിശുദ്ധമായ ഇസ്ലാമിലേക്ക് 5ാമതായി കടന്നു വന്ന സ്വഹാബിയാണ്, വൃദ്ധനായ സ്വഹാബിയാണെന്നാണ്. അതായത് ഇദ്ദേഹം ആദ്യം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് സ്ത്രീകളിൽ നിന്നും മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയാണ്. പുരുഷന്മാരിൽ നിന്നും കടന്നു വന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കുട്ടികളിൽ നിന്നും ആദ്യമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നത് മഹാനായ അലിയാർ തങ്ങളാണ്, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അടിമകളിൽ നിന്നും ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്നത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ബാക്കിയുള്ള മൊത്തം ജനങ്ങളിൽ നിന്നും നമ്മൾ എടുത്താൽ അവാമുന്നാസ് എന്ന് പറയില്ലേ, പൊതുജനങ്ങൾ, അവരിൽ നിന്നും ആദ്യമായി ഇസ്ലാമിലേക്ക് വന്നത് മഹാനായ അബൂ ദർറുൽ ഗിഫാർ റളിയല്ലാഹു അൻഹു ആണെന്നാണ്. ഇദ്ദേഹം മുസ്ലിമായില്ലായിരുന്നെങ്കിൽ ഇയാൾ കൊള്ളക്കാരനാകുമായിരുന്നു എന്നാണ്. ഈ സ്വഹാബി കൊള്ളത്തലവനാകുമായിരുന്നു. അത്രത്തോളം ബുദ്ധിയും മറ്റുള്ളവരെ പറ്റിക്കാനുള്ള കഴിവും അതുപോലെ തന്നെ ഒരു കാര്യം എങ്ങനെ എല്ലാം അറിയാം. പക്ഷേ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ ആ തരികടെ എല്ലാം മാറ്റിവെച്ചു എന്നാണ്. എല്ലാ കാര്യവും തട്ടിമാറ്റി പരിശുദ്ധമായ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചു, സ്വതക്ക കൊടുക്കാൻ തുടങ്ങി, സൂറത്തുൽ ഇഖ്ലാസ് ഇങ്ങനെ പാരായണം ചെയ്യാൻ തുടങ്ങി. ഇദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ നമ്മൾ മുമ്പത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ സുന്ദരമായ ചരിത്രമാണ്. അല്ലാഹു തആല അവരോടൊപ്പം നമ്മളെയൊക്കെ സ്വർഗ്ഗത്തിൽ കടത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മലക്കുകൾക്കിടയിൽ വൈറലായ സ്വഹാബി, ഇതുപോലെ നമുക്കും വൈറലാവാം. ഇനി മലക്കുകളെ നമുക്ക് ഫ്രണ്ടാക്കിയാലോ? മലക്കുകൾ നമ്മുടെ ഫ്രണ്ടായാൽ, നമ്മുടെ കൂട്ടുകാരായാൽ എന്താ നേട്ടം എന്നറിയോ? മലക്കുകൾ നമ്മുടെ കൂട്ടുകാരനാവാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യമാണ് സ്വതക്ക കൊടുക്കുക. ഇന്ന് തന്നെ ആ കാര്യം ചെയ്യാൻ പറ്റിയാൽ വളരെ ഖൈർ. ഗൂഗിൾ പേ വഴി ആർക്കെങ്കിലും ഒരു 100 രൂപ അയച്ചു കൊടുക്കുക, ഒരു 50 രൂപ അയച്ചു കൊടുക്കുക. എത്രയോ രോഗികൾ സ്വതക്ക കൊടുക്കും തോറും മലക്കുകൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ടാകും. അങ്ങനെ ഇഷ്ടമുണ്ടായ മലക്കുകൾ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അള്ളാഹിനോട് അവർ ദ്വാരക്കും. ചില ആൾക്കാരുണ്ട്, ചില പ്രശ്നം വരുമ്പോൾ അതെങ്ങനെയാണ് തട്ടിപ്പോയതെന്ന് അറിയില്ല. ഒരു സാമ്പത്തികമായ വലിയൊരു 50,000 രൂപയുടെ ആവശ്യമുണ്ട്, പക്ഷേ ഇത് എവിടെ നിന്ന് വാങ്ങും ഒന്നും അറിയില്ല. നമ്മൾ അറിയാതെ തന്നെ ആ പ്രശ്നം അങ്ങോട്ട് മാറും. അതെങ്ങനെയാണ്? മലക്കുകളുടെ ദുആ കൊണ്ടാണ്. അപ്പൊ സ്വതക്കുകൾ പരമാവധി കൊടുക്കുക. 2, മലക്കുകൾ നമ്മുടെ കൂട്ടുകാരനാവാൻ എപ്പോഴും മനിജ്തമഅ ഖൗമുൻ ഫീ ബൈത്തിൻ മിൻ ബുയൂത്തില്ലാഹ് യത്ലൂന കിതാബല്ലാഹി വയതദാറസൂന ബൈനഹും. അതായത് പള്ളിയിൽ കടന്നാൽ ഉമ്മമാര് വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി, പള്ളിയിലേക്ക് ഇനി വരണ്ട, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. വാപ്പമാര് നിങ്ങൾ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ എന്ത് ചെയ്യണം? വിശുദ്ധമായ ഖുർആൻ പള്ളിയിൽ വെച്ച് ഖുർആൻ ഓതുക. ഉമ്മമാര് വീട്ടിൽ വെച്ച് വിശുദ്ധമായ ഖുർആൻ ഓതുക. നിങ്ങളുടെ നിസ്കാരപ്പായലോ നിസ്കാര കുപ്പായത്തിലോ അല്ലെങ്കിൽ മുസല്ലയിലോ അല്ലെങ്കിൽ കസേരയിലോ ഒക്കെ ഇരുന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? വിശുദ്ധമായ ഖുർആൻ വീട്ടിലിരുന്ന് എൻ്റെ ഉമ്മച്ചിമാർ ഓതുക. വാപ്പമാരെ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഓതാം, അതിനേക്കാൾ ശ്രേഷ്ഠത കൂടുതൽ നിങ്ങൾ പള്ളിയിൽ പോയിട്ട് വിശുദ്ധമായ ഖുർആൻ എടുത്ത് ഓതുക. അങ്ങനെ ഓതിയാൽ ഇദാ നസലത് അലൈഹിമുസ് സക്കീന, നമുക്ക് സമാധാനമുണ്ടാകും. പിന്നെയോ അത് മാത്രമല്ല വഗശിയതുഹുമുർ റഹ്മ, അല്ലാഹുവിന്റെ കരുണ നമുക്ക് കിട്ടും. പിന്നെയോ വഹഫളതുഹുമുൽ മലായിക, മലക്കുകളുടെ കാവൽ നമുക്കിങ്ങനെ നിരന്തരമായി കിട്ടിക്കൊണ്ടിരിക്കുമെന്നാണ്. യാ അല്ലാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, മലക്കുകളെ നമുക്ക് ഫ്രണ്ടാക്കാം, മലക്കുകളുടെ കാവൽ നമുക്കുണ്ടാകും. ഈ കാര്യം ചെയ്താൽ വിശുദ്ധമായ ഖുർആൻ പാരായണം, പുരുഷന്മാർ പള്ളിയിൽ പോയി ഓതുക, ഉമ്മമാര് വീട്ടിൽ തന്നെ നല്ല റാഹത്തോടു കൂടി ഓതുക. ഇന്ന് ഖുർആൻ ഓതി ആരൊക്കെ ഉണ്ട് എന്നൊക്കെ ചോദിച്ചാൽ എത്ര പേര് കൈവക്കും? ഇന്ന് വിശുദ്ധമായ ഖുർആൻ യാസീൻ ഓതിയവർ എത്ര പേരുണ്ട്? സൂറത്തുൽ വാഖിയ ഓതിയവർ എത്ര പേര്? ഇപ്പോൾ സുബഹി നിസ്കാരം കഴിഞ്ഞാൽ സാധാരണ യാസീനൊക്കെ ഓതുന്നത് നമ്മൾ മഗ്രിബ് നിസ്കാരത്തിന് ശേഷമായിരിക്കും. പക്ഷേ സുബഹി നിസ്കാരം കഴിഞ്ഞൊക്കെ യാസീൻ ഓതാട്ടോ. സുബഹി നിസ്കാരം കഴിഞ്ഞൊക്കെ യാസീൻ ഓതാം. ഒരു യാസീനെങ്കിലും ഓതിയിട്ട് നിങ്ങൾ ബാക്കി ജോലിക്ക് പോയാൽ അത് വലിയൊരു ഖൈറാണ്, വലിയൊരു സമാധാനം ഉണ്ടാവും ജീവിതത്തിൽ. യാസീൻ ബദരീങ്ങൾക്ക് വേണ്ടി ഓതുന്നവരുണ്ട്, മുഹീദ്ദീൻ ശൈഖിന് വേണ്ടി, അതായത് അവർക്കൊക്കെ വേണ്ടി നമ്മൾ നിയ്യത്താക്കി ഓതിയിട്ട് ദുആ രക്കണം. അല്ലാഹുവേ, ഞാനൊരു യാസീൻ ഓതിയിട്ടുണ്ട്, ഇത് നീ ബദരീങ്ങൾക്കൊക്കെ എത്തിച്ചു കൊടുക്കണം, അവരുടെയൊക്കെ
അവർക്ക് എത്തിച്ചു കൊടുക്കണം. മാത്രമല്ല ഇത് ഓതിയതിൻ്റെ പ്രതിഫലം നീ എനിക്ക് തരണം. നല്ലവണ്ണം ദുആ ഇറക്കണം കേട്ടോ. മൂന്നാമത്തേത് മലക്കുകളുടെ കൂട്ടുകാരനാവാൻ, അല്ലെങ്കിൽ മലക്കുകളുടെ ദുആ നമുക്ക് കിട്ടാൻ, മലക്കുകളുടെ കാവലുണ്ടാവാൻ മൂന്നാമത് ചെയ്യേണ്ടത് വിശുദ്ധമായ സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത്. അതെപ്പോഴും നമ്മൾ പറയാറുണ്ട് അല്ലേ, സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്ത്. ഇതിന് ഒരുപാട് നേട്ടങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം നമുക്കുണ്ടാകും. കാരണം ഈ ആയത്തിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം നബിതങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങളാണ് ഈ ആയത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഈ ആയത്ത് സ്ഥിരമായി ഓതിക്കഴിഞ്ഞാൽ നബിതങ്ങളുടെ ഒരു ഇഷ്ടം നമുക്കുണ്ടാകും. മാത്രമല്ല നല്ല മരണം നമുക്കുണ്ടാകും. മരണസമയത്ത് 70,000 മലക്കുകൾ നമ്മളോട് അടുക്കൽ വരുമെന്നാണ്. യാ റബ്ബ്, മരിക്കുന്ന സമയത്ത് 70,000 മലക്കുകൾ വന്ന് നമ്മളെ ആശ്വസിപ്പിക്കും. നീ പേടിക്കണ്ടോ, നീ എന്തിനാ പേടിക്കുന്നത്? വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടില്ലേ അല്ലേ, മരിക്കുന്ന സമയം നല്ല മനുഷ്യന്മാരാണ് മരിക്കാൻ പോകുന്നതെങ്കിൽ മലക്കുകൾ വന്നിട്ട് പറയും, എന്തിനാ നീ വിഷമിക്കുന്നത്, സങ്കടപ്പെടണ്ടടോ, എന്തിനാണോ വിഷമിക്കുന്നത്, ഞങ്ങളൊക്കെ ഇല്ലേടോ കൂടെ. ഒരു ആശ്വാസത്തിന്റെ വാക്ക് പറയും. അള്ളാഹ് നിനക്ക് സ്വർഗം തരുമല്ലോ, പിന്നെ നീ ഇതെങ്ങനെ വിഷമിക്കുന്നത്? അങ്ങനെ നമ്മൾ ആശ്വസിപ്പിക്കും 70,000 മലക്കുകൾ. എന്താ ചെയ്യേണ്ടത്? ഈ ലഖദ് ജാഅക്കും എന്ന് പറയുന്ന ആയത്ത് സ്ഥിരമായി ഓദിക്കോ. പ്രത്യേകിച്ച് എല്ലാ നമസ്കാരത്തിന് ശേഷവും. ഖബറിന്റെ ശിക്ഷയെ തൊട്ടുള്ള രക്ഷ കിട്ടാൻ, അതുപോലെ തന്നെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ മുറാദുകളൊക്കെ ഹാസിലാവാൻ ഒക്കെ നല്ലതാണ്. ദുന്യാവിലും ഗുണമാണ്, നാളെ ആഖിറത്തിലും ഗുണമാണ് സൂറത്തു തൗബയുടെ അവസാനത്തെ 2 ആയത്തുകൾ. നാലാമത്തേത് സ്ഥിരമായി മഹാനവറുകൾ ചെയ്തിരുന്ന മറ്റൊരു കാര്യമാണ് വുദു. ആരൊക്കെയുണ്ട്, എല്ലാവരും നിത്യമായി ജീവിതത്തിൽ കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ് വുദു. നിത്യമാക്കുമായിരുന്നു. വുദു, നിസ്കാരത്തിനെടുത്ത വുദു, അതിങ്ങനെ വുദു മുറിയാതെ സൂക്ഷിക്കും. ഇനി അഥവാ വുദു മുറിഞ്ഞു പോയാൽ, മൂത്രമൊഴിക്കാൻ പോയി, അല്ലെങ്കിൽ ഭാര്യയെ തൊട്ടു, അല്ലെങ്കിൽ വുദു മുറിയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒന്നും ഉണ്ടായാൽ ഉടൻ തന്നെ അവർ വുദു എടുക്കുമായിരുന്നു. ഇനി വുദു ഉള്ള ആളുകൾ തന്നെ പലപ്പോഴും വുദു ഇന്ന് പുതുക്കും. മഗ്‌രിബിനെടുത്ത വുദു മുറിഞ്ഞിട്ടില്ല എങ്കിലും ഇശാക്ക് ഒന്നുകൂടി ആ വുദുഇന്റെ മേൽ വുദു എടുക്കുമായിരുന്നു. അത്രമാത്രം വുദുഇൽ അവരെ ശ്രദ്ധിച്ചിരുന്നു. വുദു നിത്യമാക്കി കഴിഞ്ഞാൽ കണ്ണേറ് മാറാനും സിഹ്ർ മാറാനും അതുപോലെ തന്നെ ഒരുപാട് ആപത്ത് മുസീബത്തുകൾ തട്ടിപ്പോവാനും ഒക്കെ കാരണമാണ്. വുദു നിത്യമാക്കുക, അത് ഖൈറാൻ. അപ്പോൾ അൽഹംദുലില്ലാഹ്, മലക്കുകൾക്കിടയിൽ വൈറലായ സ്വഹാബി അബൂദറുൽ ഗിഫാർ റളിയല്ലാഹു, അദ്ദേഹം വൈറലാവാൻ കാരണം 2 സ്വഭാവമാണ്. മാത്രമല്ല നമുക്കും മലക്കുകളെ ഫ്രണ്ടാക്കി മാറ്റാം. മലക്കുകളുടെ കാവലുണ്ടാകും. മലക്കുകൾക്കിടയിൽ നമുക്കും ഒരു സംസാര വിഷയമാവാം. എന്ത് ചെയ്യണം? 4 കാര്യം ചെയ്യണം. വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ ആ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇൻഷാ അല്ലാഹ് എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരിക, നിങ്ങളുടെ ജീവിതത്തിലും കൊണ്ടുവരിക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കെല്ലാവർക്കും നന്മകൾ അധികമായി ചെയ്യാനും അവസാനം മരിക്കുന്ന സമയത്ത് ഈമാൻ കിട്ടി സലാമത്തായി മരണപ്പെടാനും അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ അള്ളാഹുവേ എത്രയോ ദുആ വസിയത്താണ് ഓരോ വീഡിയോകൾക്ക് താഴെയും, നമ്മുടെ രാവിലത്തെ ക്ലാസ്സിൻ്റെയും വൈകുന്നേരത്തെ ക്ലാസ്സിൻ്റെയൊക്കെ താഴെ ഒരുപാട് കമൻറ്റുകൾ, ഉസ്താദേ ദ്വാരക്കണേ, ഉസ്താദ് ദ്വാ ചെയ്യണേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാം വായിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുകയാണ്. അള്ളാഹു തആല ആരൊക്കെ എന്തൊക്കെ ദുആ വസിയത്ത് പറയുന്നുണ്ട്, പടച്ചവനെ നീ സാക്ഷിയാണ്, എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി കൊടുക്ക റബ്ബേ. വിഷമ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കല്ല. ഞങ്ങളുടെയൊക്കെ എല്ലാ മനസ്സിന്റെ നീറുന്ന വിഷമങ്ങൾ സങ്കടങ്ങളുണ്ട് എല്ലാം നീ മാറ്റി നല്ല ഖൈറായ ജീവിതം തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.